ഹലോ, വെൽക്കം ടു ബിയാ ദി എക്സ്പ്ലോറർ. ഞാൻ ഇന്നൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവുക. അയർലൻഡിൽ നിന്നും സ്കോട്ട്ലൻഡിലെ എഡിൻബ്രയിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ പെട്ടെന്നെടുത്തൊരു ഡിസിഷനായിരുന്നു ഇങ്ങനൊരു ട്രിപ്പ് പോകാമെന്നുള്ളത്. ഒരു 2 ഡേയ്സിലേക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ മോർണിംഗ് 5 AM എയർപോർട്ടിലേക്ക് പോയത്. എൻ്റെ ഫ്ലൈറ്റ് 7:50 ഒരു 1 hour ജേർണി മാത്രമേ എനിക്ക് എഡിൻബ്രയിലേക്ക് ആവുന്നുള്ളൂ. ഒരു 8:50 ആകുമ്പോൾ എഡിൻബ്ര എത്തും. സെയിം ടൈമാണ് ഞങ്ങൾക്ക് ഈ ഡബ്ലിനിലും സ്കോട്ട്ലൻഡിലും ഒക്കെ. ഞാൻ എഡിൻബ്രയിലേക്ക് പോയത് റയാൻ എയറിലായിരുന്നു. ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു എയർലൈനാണ്. അതുകൊണ്ട് ഞാൻ ഇത് ചൂസ് ചെയ്തേ. അതുപോലെ തന്നെ ഞാൻ ഈ ട്രിപ്പിൽ എൻ്റെ എക്സ്പെൻസസ് ഒക്കെ എത്ര ആയി എന്നുള്ളത് ഈ വ്ളോഗിൽ ഇടയ്ക്ക് മെൻഷൻ ചെയ്യാം. അതാർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ അത് ഹെൽപ്ഫുൾ ആകും. എനിക്ക് ഈ ഒരു ബഡ്ജറ്റ് എയർലൈനിൽ ട്രാവൽ ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ റയാൻ എയർ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അവരുടെ ടൈം കീപ്പിംഗ് ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. എന്തായാലും ഞാൻ എഡിൻബ്രയിലെത്തി 1 hour. പിന്നീട് ഈ അറൈവലിന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമ്മളുടെ ഈ സിറ്റി ടൂർ ബസ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ കുറച്ച് വീഡിയോസിൽ എൻ്റെ വോയിസ് കുറവായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നേ. ഈ ഒരു ബസ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ 7 pound ആവും. അതായത് എയർപോർട്ട് ടു സിറ്റി സെൻറ്റർ. അതുപോലെ തന്നെ നമുക്ക് സിറ്റി സെൻറ്ററിൽ നിന്നും തിരിച്ച് എയർപോർട്ടിലേക്ക് വരാനും ഈ ഒരു ബസ് എടുത്താൽ മാത്രം മതി. ഈ 7 pound എല്ലാം ഇൻക്ലൂഡഡ് ആണ്. 1 way മാത്രമാണെങ്കിൽ 5 pound ആണ്. ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ഈ സ്ഥലത്തെ എഡിൻബ്ര എന്നാണ് പറയേണ്ടതെന്ന് അറിയുന്നത്. ഞാൻ ഇത്ര നാളും എഡിൻബർഗ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് സ്കോട്ട്ലൻഡിലെ എഡിൻബർഗ് എന്നായിരുന്നു എനിക്കറിയാവുന്നത്. പക്ഷേ ഇപ്പോഴെനിക്ക് ഈ ഒരു ട്രിപ്പിന് വരുന്നതിനേക്കാളും ബുദ്ധിമുട്ടായി ഈ എഡിൻബ്ര എന്നുള്ള ഒരു പ്രൊനൗൺസിയേഷൻ പഠിക്കുന്നതന്നെ. കാരണം ഇപ്പോഴും എനിക്കത് കറക്റ്റാണോ എന്ന് അറിയത്തില്ല. ഞാനിപ്പം ലാസ്റ്റ് സ്റ്റോപ്പായിട്ടുള്ള വേവർലൂ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പിലിറങ്ങി. ഇവിടുന്ന് തന്നെ നാളെ എനിക്ക് റിട്ടേൺ പോകാൻ വേണ്ടി കയറിയാൽ മതിയായിരുന്നു. അതായത് എഡിൻബറ കാസിലും അതുപോലെ തന്നെ സ്കോട്ട് മോണുമെൻറ്റും ഒക്കെ തൊട്ടടുത്തടുത്തായിട്ടുണ്ട്. ഞാനതെല്ലാം കാണിച്ചു തരാം. ഭയങ്കര അമേസിങ് ആയിട്ടുണ്ട്. ഞാൻ കുറേ നാളിന് ശേഷമാണ് ഇങ്ങനൊരു യാത്ര ചെയ്യുന്നതും. പക്ഷേ ഇത്രയും ഗ്രേറ്റ് ആയിട്ടുള്ളൊരു കാസിൽ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അത്രയും നല്ല ഒരു വ്യൂ ആണ്. നോക്കിക്കോ. ഇതാണ് സ്കോട്ട് മോണുമെൻറ്റ്. ഇതും എനിക്ക് പോയി പിക്ചേഴ്സൊക്കെ എടുക്കാനുള്ളതാണ്. പ്രിൻസസ് സ്ട്രീറ്റ് ഗാർഡൻസ്. ഇതാണ് സ്കോട്ട്ലൻഡിലെ സ്കോട്ട് മോണുമെൻറ്റ്. ഇവിടെ വന്ന് അറൈവ് ചെയ്യുമ്പോൾ തന്നെ നേരെ പോയി റെസ്റ്റോറൻറ്റിൽ പോയി എന്തെങ്കിലും കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉള്ള ആ ഒരു ഭംഗി കാരണം ഞാനിപ്പോൾ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത് നടക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈവ് നറേഷനൊക്കെ കൊടുത്തിട്ട് ഒരു വ്ളോഗ് ചെയ്യുന്നത്. അതുകൊണ്ട് എത്ര പെർഫെക്റ്റ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. ക്യാസിൽ കാണിക്കാം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. വീണ്ടും കണ്ടോ, ഇത്രയും നല്ല ഒരു വെതർ ആയതുകൊണ്ട് അത് എൻജോയ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേരിന്ന് വന്നിട്ടുണ്ട്. എനിക്ക് നോർമലി കഴിക്കാൻ ഇഷ്ടം ഇന്ത്യൻ ഫുഡ് അല്ലെങ്കിൽ തുർക്കിഷ് ഫുഡൊക്കെയാണ്. ഇവിടുത്തെ കാര്യങ്ങൾ അതായത് സിറ്റി ടൂർ ബസ് പോകുന്നുണ്ട്. എനിക്ക് എഡിൻബർഗ് എന്ന് പറയുന്നതായിരുന്നു ഇഷ്ടം. എനിക്ക് തോന്നിയതുപോലെ തന്നെയാണ്. ഞാൻ അവിടുന്ന് നേരെ നടന്നു വരാൻ ഉള്ളതിനാണ് വളഞ്ഞ് ഞാൻ വന്നത്. ആ കാണുന്നതാണ് സ്കോട്ട് മോണുമെൻറ്റ്. അതിനെ ഞാൻ ഒരുപാട് വളഞ്ഞ് തിരിഞ്ഞ് വന്നത്. എനിക്കിന്ന് ബർഗറൊന്നും കഴിക്കണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വരാമെന്ന് വെച്ചു. യെസ്, ഡിഷ് റൂം. അയ്യോ, ഡിഷ് റൂം അല്ല, ഡിഷ് റൂമായിരുന്നു. ഞാൻ ഡിഷ് റൂമിൽ നിന്ന് ഇറങ്ങി. കാരണം അവിടെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. കുറച്ച് സോസേജും അങ്ങനത്തെ കുറേ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ബിരിയാണിയൊക്കെ ആവാൻ 12 മണിയാവുമെന്ന്. ബർഗർ കഴിക്കണം എന്നൊന്നുമില്ല. പക്ഷേ അതേ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് കഴിച്ചേ പറ്റൂ. വിശക്കുന്നു.
അടുത്തുള്ള ബർഗർ കിങ്ങിൽ തന്നെ വന്നു. ബിരിയാണി കഴിക്കാൻ വന്ന ഞാനിപ്പം ബർഗർ കിങ്ങിൽ വന്ന് ഇവിടുത്തെ ഒരു ചിക്കൻ റോയൽ എന്ന് പറഞ്ഞ മീൽ കഴിക്കാം. ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി ഇപ്പം ഡീൻസ് വില്ലേജ് എന്ന് പറഞ്ഞൊരു വില്ലേജിലോട്ട് നടക്കും. ഇവിടെ നിന്നൊരു 18 മിനിറ്റ് ഉണ്ടെന്ന ലൊക്കേഷനിൽ. ഞാൻ എത്ര പ്രാവശ്യം ഇന്ന് പറഞ്ഞെന്ന് അറിയത്തില്ല, അത്രയും ഭംഗിയുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ബ്ലോഗിന് വേണ്ടിയിട്ട് പുതിയൊരു മൈക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇത്ര നേരം ഞാൻ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നോ എന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ഇന്ന് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ഒരുപാട് ചിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം സിറ്റിയുടെ ഉള്ളിൽ കൂടെ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ എല്ലാം നല്ല കാമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചെറിയൊരു മോണുമെൻ്റ് പോലൊരു സാധനം കണ്ടു. ഇനി മോണുമെൻ്റ് എന്നാണോ പറയുന്നത്? ഒരു സ്റ്റാച്യു. എല്ലാം മോണുമെൻ്റ് തന്നെയാണല്ലോ. എനിക്കിനി വലത്തോട്ടാണ് പോകേണ്ടത്. എനിക്ക് ഈ താഴോട്ടുള്ള റോഡിലാണ് പോകേണ്ടതെന്ന് തോന്നുന്നു. ഡീൻ ബ്രിഡ്ജ് എന്നൊരു ബ്രിഡ്ജുണ്ട്. അതാണെന്ന് തോന്നുന്നു ഈ ബ്രിഡ്ജ്. നോക്കട്ടെ. യെസ് കണ്ടുപിടിച്ചു. ഡീൻ ബ്രിഡ്ജ്. വാലി ഉണ്ടെന്നൊക്കെയാണ് ഞാൻ വായിച്ചത്. നോക്കട്ടെ വാലി എവിടെ ഉണ്ടെന്ന്. ഇവിടെ വാലി ഉണ്ടോ? ഇല്ല. ഇത് മനുഷ്യർ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി നടന്ന് വേണം ഈ വില്ലേജിൽ പോകാൻ. ഈ എഡിൻബറയുടെ പ്രത്യേകത നമ്മൾ ശരിക്കും നടന്ന് കാണാനുള്ളൊരു സ്ഥലമാണ്. ഒരു കുഞ്ഞപ്പി പോകുന്നല്ലോ. ഞാൻ വായിച്ചായിരുന്നു കോബിൾ സ്റ്റോൺ വെച്ചിട്ടുള്ള പാതയെന്ന്. നല്ല രസമുണ്ട് കാണാൻ. നല്ല ഒത്തൊരുമയുള്ള കല്ലുകൾ. വെറൈറ്റി ആയിട്ടുണ്ടല്ലോ കുട്ടികളെ. ഞാൻ അയർലൻഡിൽ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടേ ഇല്ലാത്ത ഒരുപാട് പൂക്കൾ കണ്ടിട്ടുണ്ട്. എനിക്ക് അയർലൻഡിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇവിടുത്തെ സ്പ്രിങ്. എനിക്ക് നാട്ടിൽ നമ്മുടെ തോടിൻ്റെയൊക്കെ അടുത്ത് പോകുമ്പോൾ ഉള്ളൊരു ശബ്ദം ഇവിടെ കേൾക്കാം. ഇതാണ് ഞാൻ തേടി വന്ന തോട്. ഞാൻ വായിച്ചതനുസരിച്ച് ഈ വില്ലേജ് 12th സെഞ്ച്വറിയിലെ ഉള്ളൊരു വില്ലേജാണ്. അതുപോലെ തന്നെ ഞാൻ ഓർത്തോർത്ത് പറയുന്ന പോലെ 12ാം നൂറ്റാണ്ടിലെ ഉള്ളൊരു വില്ലേജാണ്. അതുപോലെ തന്നെ ഈ ഡീൻ എന്ന് പറഞ്ഞാൽ ആ വേർഡ് വന്നിരിക്കുന്നത് സ്കോട്ടിഷ് വേർഡായ വാലി എന്നുള്ള വേർഡിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് വില്ലേജ് ഓഫ് വാലി എന്നായിരിക്കണം. ഈ ഒരു ഡീൻ വില്ലേജ് പോകുന്നത് വാട്ടർ ഓഫ് ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് വേ കൂടെയാണ് പോകുന്നത്. ഈ വീഡിയോയിൽ കേൾക്കുമെന്നറിയത്തില്ല. നമ്മുടെ നാട്ടിലൊക്കെ കേൾക്കുന്ന പോലെ ഒരുപാട് കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാം. അതുപോലെ തന്നെ നല്ല വെള്ളം ഒഴുകുന്ന ശബ്ദം. ഞാൻ നടന്ന് നേരത്തെ വന്ന സ്ഥലത്തെത്തി. ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. ഇഷ്ടംപോലെ കഫേയും റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ടല്ലോ. ഇത് നോർമൽ വാട്ടർ കാർഡ്. ഇനി ഞാൻ അടുത്തൊരു അട്രാക്ഷനായിട്ടുള്ള സെൻറ്റ് ഗൈൽസ് കത്തീഡ്രലിലോട്ടാണ് പോകുന്നത്. അത് ഡബ്ലിൻ കാസിലടുത്താണ്. അപ്പോൾ എനിക്ക് വീണ്ടും തിരിച്ചാണ് യാത്രയിൽ. അങ്ങനെ ആയിരിക്കും. നമുക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു സ്ഥലമല്ലേ. അപ്പോഴും നമ്മൾ പലയിടത്തോട്ട് നടന്നിട്ട് വേണം ഒരു സ്ഥലം കണ്ടുപിടിക്കും. അപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള ജൊലിബി ഉണ്ടായിരുന്നു, KFC ഉണ്ടായിരുന്നു. അല്ല, ഇവരെല്ലാം മത്സരമാണോ അതോ പൊപ്പായ്സ് ഇരിക്കുന്നു? ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ഈ വഴി കൂടെ എനിക്കും പോണ്ടതെന്ന് തോന്നുന്നു. വാവ്, ഈ മരം അമേസിങ് മരം. ആ ഒരു സ്പെഷ്യൽ കളറാണ് എൻ്റെ ലീവ്സിനൊക്കെ. ഈ പട്ടിയെ കണ്ട് ഞാൻ പേടിച്ചു പോയി. ഇപ്പോൾ പട്ടിയെ ഞാൻ ചവിട്ടിയാണ്. ആ പട്ടിയെ, ഓ മൈ ഗോഡ്, അതിന് തൊടൽ പോലും ഇല്ലായിരുന്നു. ഈ ഒരു പ്ലേസ് കണ്ടാൽ എനിക്ക് ശരിക്കും ഒരു ഡ്രീം പോലെയാണ് തോന്നുന്നത്. അതായത് സ്വപ്നത്തിലുള്ള പോലെ ഒരു കൊട്ടാരം, അതിന് താഴെ കുറേ ആളുകൾ റെസ്റ്റ് എടുക്കുന്നു, ജോലിയൊന്നും ചെയ്യാതെ
വെറുതെ കിടക്കും. അടുത്തൊരു സ്റ്റാച്ചു വീഡിയോ എടുത്ത് ഓഡിയോയും കൊടുത്തപ്പോഴത്തേക്ക് അമ്മയെ ഞാൻ പേടിച്ചു പോയി. ഓഡിയോയും കൊടുത്തപ്പോഴത്തേക്ക് ഈ പട്ടിയല്ലേ നേരത്തെ എന്നെ ശല്യം ചെയ്തത്, ആ പട്ടി വീണ്ടും വന്നു. നമ്മളിപ്പോൾ നടന്നു വന്നത് പ്രിൻസസ് സ്ട്രീറ്റ് ഗാർഡൻസിൽ കൂടെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും തോന്നുന്നു, ആയിരിക്കത്തില്ലേ? ശരി, രാവിലെ ബസ്സിൽ വന്നപ്പം ഈ ഒരു വെയിൽ കൂടെ പോയത്. അതാ നമ്മുടെ സ്കോട്ട് മോണുമെൻറ്റ്. ഇനി ആരും മറക്കരുത്, ഞാൻ തന്നെ ഇപ്പോൾ ഒരു 10 പ്രാവശ്യം കണ്ടു. അവിടെ കാണുന്നുണ്ടോ ഒരു കത്തീഡ്രൽ കാണുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് സ്കോട്ടിഷ് സ്കേർട്ടുകളൊക്കെ കണ്ടു, എന്തൊക്കെയോ ഉണ്ട്. പക്ഷേ ഇത് ഭയങ്കര വില കൂടുതലാണ്, 105 പൗണ്ടാണ് അതിന്. യെസ്, കണ്ടു, അതാണ് സെൻറ്റ് ഗൈൽസ് കത്തീഡ്രൽ. ഇന്നലെ ഞാനിങ്ങനെ എവിടെ പോകണം, എന്തൊക്കെ ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ കഫേ ഏതൊക്കെയാണ് ഫേമസ് എന്നൊക്കെ നോക്കിയപ്പോൾ കണ്ട ഒരു കഫേയാണ് ഈ മിൽക്ക് മാൻ എന്ന് പറഞ്ഞ കഫേ. അവിടെ എന്താന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ എന്തോ ഒരു മാജിക് ഷോ നടക്കുന്നുണ്ട്. അടിപൊളി. നടന്ന് മതിയാവാഞ്ഞിട്ടായിരിക്കും ഇപ്പം ഞാൻ വീണ്ടും നടക്കുന്നത്. ഞാൻ നടന്ന് വേറൊരു സ്ഥലത്ത് വന്നിറങ്ങും. ഇനി ഇവിടെ ജാപ്പനീസ് ഹിരോഷിമ, ജപ്പാൻ. ഇവിടുന്ന് താഴോട്ട് 1 മിനിറ്റ്. ഓതൻറ്റിക് നേപ്പാളീസ് ആൻഡ് ഇന്ത്യൻ. ഞാൻ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടതുകൊണ്ട് ഞാൻ ഇന്ത്യനിലൊന്ന് കയറുക. എന്താ നോക്കട്ടെ, എന്തെങ്കിലും കഴിക്കാം. ഇവരിപ്പോഴും ലഞ്ച് സെർവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഫുഡ് വന്നു. ഞാൻ മെയിൻലി ഇവിടെ കയറാൻ കാര്യം, ഒന്ന് എനിക്ക് ഫുഡ് കഴിക്കണം, രണ്ടാമത് എൻ്റെ ഫോണിന് 10% ചാർജ് ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് ചാർജ് ചെയ്യണം. ഏകദേശം 1 മണിക്കൂർ ഇരുന്ന് എൻ്റെ ഫോണെല്ലാം ചാർജ് ചെയ്ത് ബിരിയാണിയൊക്കെ കഴിച്ചൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങുന്നേ. അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാനിവിടെ ഇന്ന് സ്റ്റേ ചെയ്യാൻ ബുക്ക് ചെയ്തേക്കുന്ന ഹോസ്റ്റൽ ഇവിടുന്ന് 5 മിനിറ്റേ ഉള്ളൂ നടക്കാൻ. അപ്പോൾ ഞാൻ കരുതി ഹോസ്റ്റലിലോട്ടൊന്ന് പോയി ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ കിടക്കുകയോ ഇരിക്കുകയോ ഒന്ന് ചെയ്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് സൺസെറ്റ് കാണാൻ പോകണം എന്നുണ്ട്. ഇവിടെ ഒരു ഹില്ലുണ്ട്, ആ ഹില്ലിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവിടെ സൺസെറ്റ് കാണാൻ പോകാൻ പറ്റും, പക്ഷേ 9:30 ഉള്ളൂ, 9:25 ഇന്ന് സൺസെറ്റ് ഉള്ളത്. ഇപ്പോൾ പോയി ഇരുന്നിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം ഇവിടുത്തെ ഗിഫ്റ്റ് ഷോപ്പുകളാണ്. ഞാൻ റെസ്റ്റോറൻറ്റിലെ ആളോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു, ഇങ്ങനെ മിൽക്ക് മാൻ എന്ന് പറഞ്ഞ കഫേയെക്കുറിച്ച്. ഞാൻ നേരത്തെ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ താഴോട്ട് നടന്നു പോയി, അവിടെയുള്ള മിൽക്ക് മാൻ ഇവരുടെ തന്നെ ആണെങ്കിലും ഫേമസ് ആയിട്ടുള്ള മിൽക്ക് മാൻ മുകളിലോട്ട് നടന്നു പോകും. അങ്ങനെ ഞാൻ ഇപ്പം മുകളിലോട്ട് നടന്നു വന്നപ്പോൾ ആ മിൽക്ക് മാൻ കണ്ടു. ഇതാണ് ഇവിടുത്തെ ഫേമസ് മിൽക്ക് മാൻ. ഇതാണ് ഞാൻ പിക്ചറിലൊക്കെ കണ്ടത് മിൽക്ക് മാൻ കഫേ. ഈ ഒരു ചെറിയ കഫേയിലാണേലും എന്തോ അവിടുത്തെ കോഫി നല്ലതായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ആംബിയൻസ് നല്ലതായിരിക്കും. ഭയങ്കര ഫേമസ് ആണ് എന്തായാലും. ഇങ്ങനെ ഡബിളിലും കുറേ പേരുണ്ട്, ഇങ്ങനെ ഒരു സുഖമില്ലാതെ നടക്കുന്ന കുറേ ആൾക്കാർ. അവരെയൊക്കെ എനിക്ക് പേടിയാണ്. അവർ ഫുള്ളും മറ്റേ വലിച്ച് ഉള്ള കണക്ഷനൊക്കെ ബ്രെയിനിൽ പോയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ അടുത്തുകൂടെ പോകാതിരിക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ ഇവിടെ എല്ലാം നമ്മുടെ കല്ല് പാകിയ നടപ്പാതകളാണ്. അത് കൊള്ളാം. ഞാൻ
സിറ്റി സെൻറ്ററിലാണെന്ന് അറിഞ്ഞ് തന്നെ ബുക്ക് ചെയ്തത്. പക്ഷേ ഇത്രയും കാസിലിനടുത്താന്ന് അറിഞ്ഞില്ല. അതാണ് എൻ്റെ ഹൈ സ്ട്രീറ്റ് ഹോസ്റ്റൽ. അവിടുത്തെ ഫീമെയിൽ ഡോർമെറ്ററിയാണ് ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത്. ഹോസ്റ്റലിൽ ഒരു ഡെപ്പോസിറ്റ് എമൗണ്ട് 10 പൗണ്ട് അല്ല യൂറോ കൊടുക്കണം. എൻ്റെ അടുത്ത് 50 യൂറോ ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി ഇവിടുത്തെ ഒരു കറൻസി എക്സ്ചേഞ്ച് വന്നിട്ട് 50 യൂറോ പൗണ്ടാക്കി ചേഞ്ച് ചെയ്യാമെന്ന്. ഹായ്, 37 സംതിങ് ആണ് കിട്ടിയത്. 50 യൂറോ കൊടുത്തപ്പോൾ 37.72 അത്ര എന്തോ കിട്ടിയത്. നമ്മുടെ വെബ്സൈറ്റിലൊരു 42 ഒക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ എക്സ്ചേഞ്ച് ചെയ്യുന്ന അത്രയുമാണ് തന്നത്. That is your key. Do you have any questions about anything? Not for now. If you need any moments, just come to see us. Okay? Yeah, thank you. No problem. So just one floor up for you. Yeah. Okay? Yeah. Everything is everything. ഞാൻ കരുതി സ്റ്റെയർ പുറത്തായിരിക്കുന്നു, അതിനാണ് ചിരിക്കുന്നത്. ഹലോ, ഞാനിപ്പോൾ ഒരു 8:15 റെസ്റ്റൊക്കെ എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങി. ഞാനൊരു 5 മണിക്ക് ഹോസ്റ്റലിൽ വന്നായിരുന്നു. പിന്നെ ഒരു നല്ലപോലെ 2.5 മണിക്കൂർ കിടന്നുറങ്ങി. ഞാനിപ്പം സൺസെറ്റ് കാണാൻ വേണ്ടി പോവുക. ഇന്നിവിടെ 9:24 സൺസെറ്റ്. കാൾട്ടൺ ഹില്ലെന്നും പറഞ്ഞിട്ട് ഒരിടത്താണ് പോകേണ്ടത്. ചുമ്മാ മാപ്പ് ഇട്ടൊന്ന് പോയി നോക്കാം കാണാൻ പറ്റുമോയെന്ന്. ഇപ്പോൾ ചെറിയ തണുപ്പൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, 5 PM കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ അട്രാക്ഷൻസ് ഒന്നുമില്ല. ഈ ഗാലറി പോലുള്ളതൊക്കെ ക്ലോസ് ആവും. ഇനിയൊരു 8 മിനിറ്റ്സും കൂടെ ഉണ്ട്. ഈ വഴി തന്നെയാണ് നടക്കുന്നതെന്നാണ് മാപ്പ് കാണിക്കുന്നത്. അവിടെ നല്ല സൺലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെയാണ് സൂര്യാസ്തമനം വ്യൂ ചെയ്യാൻ പറ്റുന്നത്. Turn left onto Hume Walk. ഇത് കുറേ നടന്നിട്ടുണ്ട്. അയ്യോ, സൂര്യൻ എവിടെ? ഇതാ ഒരു പീരങ്കി. പോർച്ചുഗീസ് ക്യാനൻ. സൺസെറ്റ് കാണാൻ വന്നിട്ട് സണ്ണ് ഇവിടെ ഇപ്പം എത്ര 8:45 ആയിട്ടേ ഉള്ളൂ. നോക്കാം. സണ്ണ് ഇവിടെ ഉണ്ട്, മറഞ്ഞിരിക്കുന്നു. സണ്ണ് സെറ്റാവുന്ന കാണാൻ വന്നിട്ട് ഇവിടെ സണ്ണില്ല. സൺസെറ്റ് കാണാൻ വേണ്ടി മാത്രം വന്ന ആളുകളാണ് ഇവരെല്ലാം ഈ ഹില്ലിലോട്ട്. പക്ഷേ സണ്ണ് മാത്രം കാര്യമായിട്ട് വന്നില്ല. ഇനിയിപ്പോൾ പോവാന്ന് വിചാരിക്കുക. 9:20 ഏകദേശം. തിരികെ പോവാ. ഇന്നത്തെ ആലോചിക്കുമ്പോൾ ഓരോ കാര്യം ഓർമ്മ വരുന്നു. 9:30 ഒന്ന് ഫുഡ് കഴിക്കണം. പിന്നെ എനിക്ക് ടെസ്കോയിൽ നിന്ന് കുടിക്കാനുള്ള വെള്ളം വാങ്ങണം. അപ്പോൾ ഇത് രണ്ടും ചെയ്യണം. ടെസ്കോ 11 മണി വരെയാണ് ഉള്ളത്. എൻ്റെ ഹോസ്റ്റലിൻ്റെ ആ ഏരിയയിലെത്തിയിട്ടുണ്ട്. ഈ റാഡിസൺ കഴിഞ്ഞിട്ടുള്ള അടുത്ത റൈറ്റിലോട്ട് തിരിയുമ്പോൾ എൻ്റെ ഹോസ്റ്റൽ. പക്ഷേ എനിക്കിപ്പോൾ ഇവിടുന്ന് നേരെയാണ് പോകേണ്ടത്. അവിടെ എൻ്റെ പെട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തുർക്കിഷ് വെജിറ്ററേനിയൻ റെസ്റ്റോറൻറ്റ്. അത് കഴിഞ്ഞ് കുറച്ച് നടക്കുമ്പോഴാണ് ടെസ്കോ എക്സ്പ്രസ്സും ഉള്ളത്. അവിടെ ഞാൻ ടെസ്കോ എക്സ്പ്രസ്സിലെത്തി.
2 വെള്ളം വാങ്ങിച്ചപ്പോൾ 2.90 പൗണ്ട്. Want some napkins here? താങ്ക് യു. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിഞ്ഞിറങ്ങി. ഇനിയിപ്പം നേരെ ഹോസ്റ്റലിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ മാക്സിമം ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പം ഞാൻ ഹോസ്റ്റലെത്തി. അപ്പോൾ see you, bye bye, see you tomorrow, bye.